എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നലെ നന്ദഗോവിന്ദം ഭജൻസിനെതിരെ ശശികല ടീച്ചർ പറഞ്ഞ ഒരു പരാമർശത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ആ പരാമർശത്തെക്കാൾ ഉപരി എൻ്റെ വീഡിയോയുടെ അടിയിൽ വരുന്ന കമന്റുകളാണ് എന്നെ സത്യത്തിൽ എന്താ പറയുന്നത് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്കത് തോന്നിയത്. കാരണം ഒരുപാട് പേര് അതിനെ അനുകൂലിക്കുന്നുണ്ട് എങ്കിലും ഒരുപാട് പേർ പ്രതികൂലിക്കുന്നു. ഞാനൊരു കമന്റുകളൊന്നും എടുത്തു കൊടുക്കുന്നില്ല, പക്ഷേ എങ്കിലും ഒന്ന് രണ്ട് കമന്റുകൾ എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്നെ വളരെ മോശമായി സംബോധന ചെയ്തുകൊണ്ട് തന്നെ കമന്റുകൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. താത്തായുടെ പള്ളിയിൽ ബാങ്ക് വിളിക്കിടയിൽ ഒരു ഭജന പാടട്ടോ, പിന്നെന്തോ നിസ്കരിക്കുന്നതിനിടയിൽ ഒരു ഭജന പാടട്ടോ, നിങ്ങളുടെ പള്ളിയിലേക്ക് ഇതുപോലൊരു ഭജന ബുക്ക് ചെയ്യാമോ എന്നൊക്കെയാണ് ഒരുപാട് പേർ കമന്റിൽ ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, മുസ്ലിം പള്ളികളിൽ ഇതുപോലെ കലാപരമായ ഒരു ആവിഷ്കാരങ്ങളും, അതായത് ഗാനമേളയോ ഭജനകളോ ഒന്നും സംഘടിപ്പിക്കാറില്ല. അത് മുസ്ലിം ഡിവോഷൻ ആണെങ്കിലും പള്ളികളിൽ അത് സംഘടിപ്പിക്കാറില്ല. ബാങ്ക് വിളി, നിസ്കാരം എന്നൊക്കെ പറയുന്നത് ഒരു മതത്തിന്റെ തീർച്ചയായും മതപരമായ ആചാരങ്ങൾ മാത്രമാണ്. അതേസമയം അമ്പലത്തിലോ മറ്റ് ചർച്ചിലോ ഒക്കെ നടത്തുന്ന ഗാനമേള, ഈ ഭക്തി ഭജന ഒക്കെ തന്നെ കലാപരമായ ആവിഷ്കാരങ്ങളാണ് അല്ലേ? ഈ കലാപരമായ ആവിഷ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ കലയ്ക്ക് ജാതിയോ മതമോ ഒന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം യേശുദാസ് എന്ന് പറയുന്ന ഒരു അനുഗ്രഹീത കലാകാരൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാളത്തിന്റെ ഒരു അനുഗ്രഹീത കലാകാരനാണ് അല്ലെങ്കിൽ പാട്ടുകാരനാണ് യേശുദാസ് എന്ന് പറയുന്നത്. അദ്ദേഹം ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ അദ്ദേഹം പാടിയിട്ടുള്ള ഹിന്ദു ഡിവോഷണൽ സോങ്സും ഹിന്ദു ഭജന പാട്ടുകളും ഒരുപാട് പ്രസിദ്ധമാണ്. ശബരിമലയിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഹരിവരാസനവും അതുപോലെ തന്നെ അയ്യപ്പൻ ഉറങ്ങുന്നതും ഉണരുന്നതും ഒക്കെ യേശുദാസിന്റെ ഭക്തിഗാനങ്ങൾ കേട്ടാണെന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഈ കലയ്ക്ക് ജാതിയോ മതമോ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാത്തത്? അമ്പലത്തിൽ പൂജ ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ തികച്ചും ആരാധനാപരമായ സ്ഥലത്തോ ഒന്നുമല്ലല്ലോ ഈ ഭക്തിഗാനം ആലപിച്ചത്. ഈ ഗാനമേള ഭജനം എന്നൊക്കെ പറയുന്നത് കലാപരമായ ആവിഷ്കാരമല്ലേ? അത് അവരുടെ ആ ഒരു മതസൗഹാർദ്ദവും അല്ലെങ്കിൽ ആ കലയുടെ മൂല്യങ്ങളും ആ സ്നേഹത്തിന്റെ ഒരു ആത്മസമർപ്പണവും ഒക്കെ അല്ലേ അവിടെ വെളിയിൽ വരുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് മെജോറിറ്റി ആൾക്കാരും അതിനെ അനുകൂലിക്കുന്നു, എന്നാലും വളരെ കുറച്ചു പേരെങ്കിലും എന്തിനാണ് ഈ നെഗറ്റീവ് കാണുന്നതെന്ന് മനസ്സിലാകുന്നില്ല. വളരെ വിഷമമുണ്ട്. എന്നിട്ട് പിന്നെ എനിക്ക് വന്നൊരു കമന്റാണ്, ഇതുപോലെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ടെന്ന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിക്കാനായിട്ട് ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനികളുടെയും കാര്യത്തിൽ ഇടപെട്ട് കുറച്ച് പേര്, അതായത് അൻസാരി സൂരി ഉസ്താദിനെയും എന്നെയും ഒക്കെ കോട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റുകൾ വരുന്നുണ്ട്. ഞങ്ങൾ അവരുടെ കാര്യത്തിൽ ഇടപെട്ട് അവരെ തമ്മിലടിപ്പിക്കുക. എന്ത് വിവരക്കേടാണ് നിങ്ങളീ പറയുന്നത്? എന്നെ നിങ്ങൾക്ക് ഒരു വെട്ടമെങ്കിലും എന്റെ വീഡിയോകൾ നിങ്ങളെടുത്ത് നോക്കൂ. എന്നെ പേഴ്സണലി അറിയാത്തവരെടുത്ത് നോക്കൂ. എന്നെ പേഴ്സണലി അറിയാവുന്നവർ ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യണം. ഞാൻ മനുഷ്യത്വത്തിന് മാത്രമാണ് മൂല്യം കൽപ്പിക്കുന്നത്, മാനുഷികതയ്ക്കാണ് ഞാൻ മൂല്യം കൽപ്പിക്കുന്നത്. പിന്നെ മതവും വിശ്വാസവും ഒക്കെ തികച്ചും വ്യക്തിപരമായ കാര്യം. അത് എന്റെ വ്യക്തിബന്ധങ്ങളെ ബാധിക്കാറേ ഇല്ല. അത് ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഭജന കേൾക്കാൻ, ഈ പാട്ട് കേൾക്കാൻ ഞാനും പോയിരുന്നു അവിടെ. അവർ പറഞ്ഞതും പാടിയതും ഒക്കെ ഞാനും കേട്ടു. അതുകൊണ്ടുകൂടിയാണ് ഇന്നലെ ഈ വീഡിയോ കണ്ടപ്പോൾ തികച്ചും ഞാൻ അതിനൊരു പ്രതികരണം നടത്തിയത്. അല്ലാതെ എനിക്ക് ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും എല്ലാം എനിക്ക് ഒരുപോലെയാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം എന്റെ അയലത്ത് ഞാൻ ചെറുപ്പം മുതലേ കണ്ടു വളരുകയും ഇപ്പൊ ഈ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തോ നമ്മളൊരു അജ്ഞാത ലോകത്തിരുന്ന് അതിനെപ്പറ്റി കേൾക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. സങ്കടമാണ് വരുന്നത് സത്യം പറഞ്ഞാൽ ഈ കമന്റുകളൊക്കെ കാണുമ്പോൾ. നിങ്ങൾ കുറെ പേരെങ്കിലും ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ കുറെ പേരെങ്കിലും ഇതിനെയൊക്കെ അനുകൂലിക്കുന്നുണ്ടല്ലോ എന്ന് കേട്ടപ്പോൾ. പിന്നെ കുറെ പേര് പറയുന്നു, തട്ടും എടുത്ത് മാറ്റിയിട്ട് പറയൂ, അന്നേരം മതസൗഹാർദ്ദം കൂടുതൽ സൗന്ദര്യം മതസൗഹാർദ്ദത്തിന് കാണുമെന്ന്. എന്റെ തലയിലെ തട്ടമാണോ നിങ്ങളുടെ പ്രശ്നം മതസൗഹാർദ്ദത്തിന്? അതോ ആരുടെയെങ്കിലും പൊട്ടാണോ നിങ്ങളുടെ മതസൗഹാർദ്ദത്തിന് പ്രശ്നം? അതോ കഴുത്തിൽ കിടക്കുന്ന കുരിശാണോ നിങ്ങളുടെ മതസൗഹാർദ്ദത്തിന് പ്രശ്നം? തട്ടവും കുരിശും പൊട്ടും ഒന്നും നോക്കിയിട്ടല്ലല്ലോ നമ്മൾ മനുഷ്യർ ഇടപെട്ടത്, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർ സഹകരിക്കുന്നത്. എവിടെയെങ്കിലും വീണ് കിടക്കുമ്പോൾ കൊണ്ടുതരുന്ന വെള്ളം കുടിക്കുന്നത് അവരുടെ തട്ടവോ പൊട്ടോ കുരിശോ നോക്കിയിട്ടായിരിക്കുമോ നിങ്ങൾ ആ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ അവർ തരുന്ന ചോര സ്വീകരിക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്നതൊക്കെ? കഷ്ടമുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ. എന്നിട്ട് എന്നെ വർഗീയവാദിയാക്കുന്നു, ഞാൻ എവിടെന്നോ കാശ് വാങ്ങിയിട്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് കേൾക്കുന്നു. പിന്നെ ചിലർ പറയുന്നത് ഞാൻ സംഖ്യയാണെന്ന് പറയുന്നു. എവിടെയെങ്കിലും നിങ്ങൾ ഒരിടത്ത് എനിക്കൊരു സ്ഥാനം ഉറപ്പിച്ചു തരാമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഒന്നെങ്കിൽ ഞാൻ സംഖ്യയാണെന്ന് പറയുക, അല്ലെങ്കിൽ ഞാൻ സുഡാപ്പിയാണെന്ന് പറയൂ, അല്ലെങ്കിൽ ഞാൻ ഇന്ത്യയിൽ തീവ്രവാദം നടത്താൻ വേണ്ടി പാകിസ്ഥാന്റെ ചാരയാണ്. ഇതെല്ലാം ഓരോ വീഡിയോ കാണുമ്പോഴും ഓരോ പേരുകൾ എനിക്ക് കുത്തിത്തരികയാണ് ചെയ്യുന്നത്.
അപ്പൊ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഞാൻ തികച്ചും ജനാധിപത്യപരമായിട്ടും മതേതരപരമായിട്ടും ചിന്തിക്കുകയും അത് മാത്രം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരാളാണെന്ന്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? അപ്പോ ആ കല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഹിന്ദു ഡിവോഷണൽ സോങ് പാടുന്നതിന്റെ ഇടയ്ക്ക് ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങും കൂടി അവർ ആലപിച്ചപ്പോൾ ആ പ്രദേശത്തുള്ള ഹിന്ദുവിന്റെയും ക്രിസ്ത്യന്റെയും അവിടെ കൂടുതൽ മെജോറിറ്റി ഉള്ളത് ഈ രണ്ട് വിഭാഗക്കാരായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞത്. അവരുടെയൊക്കെ ആ ഒരു സൗഹാർദ്ദവും ആ ഒരു സ്നേഹവും കുറച്ചും കൂടി ദൃഢമാവുകയുള്ളൂ. അല്ല നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ചലിക്കുന്നത് പോലെ അല്ല. സത്യം പറഞ്ഞത് ഈ ശശികല ടീച്ചറിന് ഇപ്പൊ എന്ത് കിട്ടി? സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ ഒരു തീപ്പൊരി ആളി കത്തിയിട്ടിട്ട് പോയി. നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ദയവായിട്ട് ജാതിയും മതവും ഒക്കെ അവിടെ നിൽക്കട്ടെ, കലയൊക്കെ ഇതിനപ്പുറമാണ്. കലാപരമായ കഴിവുകളും കലാപരമായ ആവിഷ്കാരങ്ങൾക്കും ഒരിക്കലും നിങ്ങൾ ജാതിയോ മതമോ ഒന്നും നോക്കരുത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പല പാട്ടുകളും ഇവിടെ പാടാൻ പറ്റില്ല. പല സംഗീതങ്ങളും ഉണ്ടായത് പല മതത്തിൽ നിന്നുമാണ്. ഇപ്പൊ ഒരുപാട് മുസ്ലിം ഡിവോഷൻ സോങ്ങുകൾ ഒരുപാട് അല്ലാത്തവർ പാടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പാട്ട് എഴുതിയിട്ടുണ്ട്, അതിന് സംഗീതം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ 3 മതത്തിലുമുള്ള സംഗീതങ്ങൾ പലതും ഉണ്ടായിട്ടുള്ളത് പല ജാതിയിലും മതത്തിലുമുള്ള ആൾക്കാരിൽ നിന്നാണ്. ഇതൊക്കെ നോക്കിയിട്ടാണോ നമ്മളത് പാടുന്നത്? ഇപ്പൊ മുസ്ലിംസിന് മാത്രമേ മുസ്ലിം ഡിവോഷണൽ സോങ് എഴുതാനും സംഗീതം ചെയ്യാനും പാടാനും പറ്റുമോ? അതുപോലെ തിരിച്ചും ഓരോ മതത്തിലുള്ളവർക്കും. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഈ കലയെയും അല്ലെങ്കിൽ മതത്തെയും ഒന്നും ദയവായി നിങ്ങൾ കൂട്ടിക്കലർത്തരുത്. ഞാൻ തികച്ചും എന്തോ പറയുന്നത് ജനാധിപത്യപരമായ രീതിയിലും സത്യസന്ധമായി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യവുമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. അല്ലാതെ ഒരിക്കലും ഞാൻ ഒരു എന്താ പറയുന്ന പാകിസ്ഥാന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു പൈസയുടെ ആവശ്യം എനിക്കില്ല. അത്യാവശ്യം പണിയെടുക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്, പടച്ചോൻ അനുഗ്രഹിച്ച്. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരു രൂപ പോലും ഞാൻ ഇതുവരെ മോണിറ്റൈസ് ചെയ്ത് എടുത്തിട്ടില്ല. എൻ്റെ പേജൊക്കെ മോണിറ്റൈസേഷൻ ആക്റ്റീവ് ആയിട്ടുള്ള ചാനൽ തന്നെയാണ്. പക്ഷേ ഇതുവരെയും യൂട്യൂബിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ ഇൻസ്റ്റഗ്രാമിൽ നിന്നോ ഒരു രീതിയിലുള്ള വരുമാനവും ഞാൻ പറ്റിയിട്ടില്ല. ഞാൻ അതിന്റെ പിന്നാലെ പോയിട്ടുമില്ല. അതുകൂടി ദയവായി നിങ്ങൾ മനസ്സിലാക്കൂ. ഈ കമന്റ് ഇടുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്കാണ്. ഓരോരുത്തർക്കായിട്ട് റിപ്ലൈ കൊടുക്കാനോ ഓരോ കമന്റ് എടുത്ത് പിൻ ചെയ്ത് കൊടുക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് ഒരു വ്യക്തികളെയും മോശമാക്കാൻ എനിക്ക് താല്പര്യമില്ല. ആശയങ്ങളോട് മാത്രമാണ് ഞാൻ പ്രതികരിക്കുന്നത്. ഈ കമന്റ് വന്ന ആശയങ്ങളോട് മാത്രമാണ് ഞാൻ ഇപ്പോൾ പ്രതികരിച്ചത്. താങ്ക് യു.